റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ കേരളത്തിലെത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യൻ ഫെഡറേഷൻ മോസ്കോ സിറ്റി ഡ്യൂമ നേതാക്കളായ സുബ്രിലിൻ നിക്കോളെ, ടിമോക്കോ സെർഗെ എന്നിവരാണ് ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തിയത്. സ്പീക്കർ എൻ ഷംസീറിനെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെയും സന്ദർശിച്ച ശേഷം CPIയുടെ സ്വീകരണ സമ്മേളനത്തിലും നേതാക്കൾ പങ്കെടുത്തു. ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെത്തിയ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ CPI സംസ്ഥാന കൗൺസിൽ ആസ്ഥാനമായ MN സ്മാരകം സന്ദർശിച്ച ശേഷം സ്പീക്കർ AN ഷംസീറും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ജോയിന്റ് കൗൺസിൽ ഹാളിൽ നേതാക്കൾക്ക് സ്വീകരണം നൽകി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമാധാനമാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദീർഘമായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാ മനസ്സിൽ യുദ്ധത്തിന്റെ ശബ്ദം ചിലപ്പോൾ കേൾക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തെവിടെയും യുദ്ധത്തിനെതിരാണ്. ലക്ഷ്യം സമാധാനമാണ്. 1917 വിപ്ലവം ജയിച്ച ഉടനെ അധികാരമേറ്റ ലെനിന്റെ ഗവൺമെന്റ് ആദ്യമായി പുറപ്പെടുവിച്ച ഡിക്രി സമാധാനത്തിൻ്റെതാണ്. അന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ നിർണായക വേളയിലായിരുന്നു ആ വിപ്ലവത്തിന്റെ വിജയമുണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രയത്നത്തിന്റെ ഫലമാണ് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷ നിലനിൽക്കുന്നതെന്നും കേരളത്തിൽ വന്നതിൽ സന്തോഷമെന്നും റഷ്യൻ നേതാക്കൾ. Завершить свою речь, еще раз хочу повторить, что Компартия Российской Федерации находится в конструктивной оппозиции внутри страны на направлении по социальной защите населения, по другим фондам. И это мы открыто проводим такую политику. И у нас в уставе и в программе партии прописано, что Компартия идет к власти законным, цивилизованным парламентским путем. Коммунist партия അധികാരത്തിലേക്കുള്ള കാൽവെപ്പുകൾ നടത്തി വരുമ്പോഴേക്കും നീതിയുടെ ന്യായത്തിന്റെയും വശത്തു നിന്ന് മാത്രമേ ഞങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. മന്ത്രിമാരായ GR അനിൽ, P പ്രസാദ് തുടങ്ങിയ CPM നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.